പ്രശാന്തേട്ടാ, ഈ ഹമാസിന് ഒരുപാട് സ്ഥലത്തുനിന്ന് ഡിസാസ്റ്റർ റേറ്റ്സ് കിട്ടുന്നുണ്ട്. ഹമാസിനല്ല, പലസ്തീൻ ജനതയ്ക്കാണ് അത് കിട്ടുന്നത്. പക്ഷേ ഇതെല്ലാം ഈ ഹമാസ് കവർന്നെടുത്ത് കൊണ്ടുപോവുകയാണെന്നൊരു ആരോപണം പണ്ടേ ഉണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഹസൻ നസറുള്ളയെ മരിച്ചപ്പോൾ അയാളുടെ ബങ്കറിൻ്റെ അടിയിലേക്ക് പോയപ്പോൾ, അത് ഹിസ്ബുള്ളയായിരുന്നു എങ്കിൽ ഞാൻ പറയുകയാണ്, ഈ ബങ്കറിൻ്റെ അടിയിലേക്ക് പോയപ്പോൾ അവിടെ കണ്ടത് സ്വർണ്ണ മലയായിരുന്നു. അങ്ങനെ അത്രയ്ക്ക് സ്വർണ്ണ ശേഖരമായിരുന്നു ഇവന്മാർ കൂട്ടിയിട്ടിരുന്നത് അവിടെ. പിന്നെ ഹമാസിൻ്റെ യഹ്യ സിൻവാർ ബങ്കറിൻ്റെ അടിയിൽ ഒരു കെട്ട് എന്ന് പറഞ്ഞാൽ മല കണക്കിന് പണമാണ് കുമ്പാരം കൂട്ടിയിട്ടിരുന്നത്. അയാളും ഭാര്യയും പിള്ളേരും എല്ലാം അവർക്ക് കഴിക്കാനുള്ളതും കുടിക്കാനുള്ളതും യഥേഷ്ടം അവിടെ ഉണ്ടായിരുന്നു. പൈസ ഉണ്ടായിരുന്നു, അതിനൊന്നും ഒരു കുറവില്ല. AC, ഫ്രിഡ്ജ്, ചിക്കൻ, മട്ടൻ, ഡക്ക് എല്ലാം ഉണ്ടായിരുന്നു. പുറത്ത് പലസ്തീൻകാർ കുട്ടികളാണ് നരകിച്ച് ഈ റൊട്ടിയും കഴിച്ച് വയറൊട്ടി അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അപ്പോൾ ഇവരെ ഫ്രണ്ടിൽ നിർത്തി കാണിച്ച് പൈസ വാങ്ങിച്ച് ആ പൈസ ഇവരെടുക്കുന്നു എന്നുള്ളൊരു ആരോപണമുണ്ട്. എന്ത് തോന്നുന്നു, ഇത് സത്യമാണോ? വളരെ വാസ്തവമായിട്ടുള്ള കാര്യമാണ്. ഐക്യരാഷ്ട്രസഭയ്ക്ക് കിട്ടുന്നത് പോലെ, അല്ലെങ്കിൽ ലോകത്ത് ഈ ഐക്യരാഷ്ട്രസഭ ഏകീകരിച്ചതുപോലുള്ള രാജ്യങ്ങൾക്ക് പണം കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. കാരണം ഇവരുടെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ ഒരിക്കുമ്പോൾ ഉണ്ട്. ഈ രാജ്യത്തുള്ള ആൾക്കാർ ഭക്ഷണം കഴിക്കുക, ഭക്ഷണം കഴിക്കാനുള്ള മാർഗ്ഗം ഉണ്ടാവും, മരുന്നിൻ്റെ മാർഗ്ഗം ഉണ്ടാവും, മറ്റ് ആനുകൂല്യങ്ങളെല്ലാം വിവിധ രാജ്യങ്ങളിൽ നിന്ന് കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറാവും. കാരണം എന്നും യുദ്ധം നടക്കുകയും അല്ലെങ്കിൽ അരാജകത്വത്തിൻ്റെ ഭാഗമൊക്കെ ആയിട്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് കൊടുക്കുന്നു. നേരത്തെ ഐക്യരാഷ്ട്രസഭയുടെ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവന്മാർക്ക് പൈസ മേടിച്ചുകൊണ്ട് ഇവന്മാരുടെ പണിയുന്നത് റോക്കറ്റ് പിടിയില്ല. നിരന്തരമായിട്ട് രാജ്യത്തുടനീളം ഈ ഭീകര സംഘടനകളെ ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ ഭീകരവാദത്തിന് താല്പര്യമെടുക്കുക. അതായത് യഥാർത്ഥത്തിൽ ഇവരുടെ ഭീകരവാദം എന്ന് പറഞ്ഞാൽ അതൊരു ബിസിനസ് തന്നെയാണ്. കാരണം നേരത്തെ ഇപ്പം ഏതാണ്ട് ഒരു കൊല്ലത്തിനകത്ത് നടക്കുന്ന ഒരു യുദ്ധം, ഹമാസ് കയറി അടിച്ചതിനകത്ത് നടക്കുന്ന ഒരു യുദ്ധവും ഹമാസിനെ ഇല്ലായ്മ ചെയ്തേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് നെതന്യാഹു മസിൽ പിടിക്കുന്നതും ആയിട്ടുള്ള യുദ്ധം നമ്മൾ ഏറ്റവും അവസാനം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പുള്ള യുദ്ധങ്ങളൊക്കെ ധനുഷിന് പറഞ്ഞാൽ മനസ്സിലാവും. എന്നും ഈ ഹമാസ് അല്ലെങ്കിൽ ഈ ഗാസ ഇന്ന് 10 മിസൈൽ ഇസ്രായേലിനോട്, ഇസ്രായേൽ ഇത് അവിടെ ഈ അയൺ ഡോംസിൻ്റെ ഉണ്ടായത് ഓട്ടോമാറ്റിക്കലി അടിച്ചു വരും. ഹിസ്ബുള്ളയുടെയും പണി വടക്കൻ അവിടുന്ന് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് അവർ അടിച്ചുകൊണ്ടിരിക്കും. ഇതിന് വേണ്ട സഹായങ്ങളെല്ലാം കിട്ടുന്നു. ഇത് അടിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കണം. പണി ഇപ്പം ഇവിടെ ഒരു ഓഫീസിൽ പണി നടക്കുന്നുണ്ട്, മുതലാളി നോക്കുമല്ലോ. അല്ലെങ്കിൽ ഇവിടെ റോക്കറ്റ് വിടുന്നുണ്ട്, അതിനുള്ള ഫണ്ടും കാര്യങ്ങളും മറ്റത് മറിച്ചതും എല്ലാം അവർക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ ഇതുകൊണ്ട് ദുരിതം അനുഭവിക്കുന്ന ഒരു രാജ്യമായി പാലസ്തീൻ രാജ്യം എന്ന് പറയും. ഈ പാലസ്തീനെ നമ്മൾ സഹായിക്കുന്നുണ്ട്. പാലസ്തീനെ സഹായിക്കുന്നതിന് വേണ്ടി പൈസ വരും. ഈ പൈസ ഇവന്മാർ ഈ പാലസ്തീനിലെ എല്ലാ നിയന്ത്രണവും ഹമാസിൻ്റെ കയ്യിലാണ്. അവർ വിചാരിക്കുന്നത് അവിടെ നടക്കത്തുള്ളൂ. അറിയാമല്ലോ, അറേബ്യൻ രാജ്യങ്ങളുടെ പോലും അങ്ങനെയാണ്. ഈ ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലാണ് ലെബനിലെല്ലാം നടക്കുന്നത്. അവർ വിചാരിക്കുന്നത് അവിടുത്തെ ജനങ്ങളൊക്കെ കീഴ്പ്പെട്ട് ഭീകരവാദികൾക്ക് കീഴ്പ്പെട്ടങ്ങ് ജീവിക്കുക. ഇത് വെളിയിൽ പറയാൻ പറ്റുമോ? ഒരു രീതിയിലും പറ്റത്തില്ല. ഇവിടെ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മളും കൊടുക്കുന്നുണ്ട്. ഒരു കൊല്ലം 500 കോടി രൂപയ്ക്ക് പുറത്ത് കൊടുക്കുന്നുണ്ട്. 500 കോടി രൂപ 1000 കോടി രൂപയ്ക്കകത്ത് 500 കോടിക്ക് പുറത്ത് 1000 കോടി രൂപയ്ക്കകത്ത് സാധനങ്ങളും മറ്റ് ഗോതമ്പും മറ്റ് മരുന്ന് കാര്യങ്ങളും എല്ലാമായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഓരോ രാജ്യങ്ങളും ഈ സാധന സാമഗ്രികൾ കൊടുക്കുന്നവർ മേടിച്ച് ചെറിയ കട പോലെ വെച്ചിട്ട് അതിൻ്റെ ചെറിയ വിലയ്ക്ക് വിൽക്കുക. ആലോചിച്ചോണം, ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സാധനങ്ങൾ. അതുപോലെ പൈസ വരുന്നത് ഇവർക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ. എന്നിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് ശിശുദിനമായതുകൊണ്ട് തന്നെ ഇത് ഒന്ന് പറയാൻ, ശിശുക്കളെ ഇവർ ഈ ശരിക്കും പറയാൻ നമ്മൾ പറഞ്ഞുകൂടാ. എന്നാലും ഈ പാലസ്തീനിലുള്ള ആൾക്കാർ മൊത്തവും ഹമാസ് തന്നെ ആന്നു. നമ്മൾ ഈ തോക്ക് പിടിച്ചുകൊണ്ടൊക്കെ ഈ കുഞ്ഞുങ്ങളെ ഇവിടെ നമ്മൾ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നത് ഹമാസ് വേറെ പാലസ്തീൻ വേറെ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞേ മതിയത്തുള്ളൂ. എന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ കൊച്ചുനാളിലെ തോക്കെടുത്ത് കൈ കൊടുക്കും. എന്ന് വെച്ചാൽ 5 വയസ്സാവുന്നതിന് മുമ്പ്, അതായത് 5 വയസ്സാവുന്നതിന് മുമ്പ് അതുകൊണ്ടാണല്ലോ ഈ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, ധനുഷ് കേട്ടിട്ടുണ്ടോ, കുഞ്ഞുങ്ങൾക്ക് കളിപ്പാട്ടമായിട്ട് തോക്കും മാരകായുധങ്ങളും കൊടുക്കാൻ പാടില്ല. പണ്ടൊക്കെ നമ്മൾ തോക്ക് എപ്പോഴും മേടിച്ച് കൊടുക്കത്തില്ല, വെള്ളം ചീറ്റുന്ന തോക്ക്. അതിനകത്തോട്ട് അതിന് ക്രൈസ് വരാൻ പാടില്ല. ഈ നേരെ മറിച്ച് അവർ ചെയ്യുന്ന അതാണ്. എന്നിട്ട് ഈ പൈസ അടിച്ചു മാറ്റി, അല്ലെങ്കിൽ സമാധാനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നതിന് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പൈസ പോലും അടിച്ചു മാറ്റിയിട്ട് ഈ കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ ഇവന്മാർ വളരെ ബലമായിട്ട് ഈ ബൈൻഡിലൊക്കെ ആണെങ്കിൽ ഫോട്ടോ വയ്ക്കുക ഈ ജൂതന്മാരുടെ, എന്നിട്ട് അതേ വെടിവെപ്പിച്ച് പഠിപ്പിക്കുക. വളരെ ചെറിയ പ്രായത്തിൽ ഇതാണ് പഠിപ്പിക്കുന്നത്. അതായത് അതിന് ശത്രു ആരെ മിത്രമാരാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത പ്രായത്തിൽ തൊട്ടേ നിന്റെ ശത്രു നീ ജനിക്കുന്നത് പോലും ജൂതനെ കൊല്ലാനാണെന്നുള്ള രീതിയിലേക്ക് അവരെ വാർത്തെടുക്കുകയാണ്. ഇതിനു വേണ്ടിയാണ് നമ്മളും പൈസ കൊടുക്കുന്നത്. ഇതിനു വേണ്ടിയാണ് ലോകത്തുള്ളതുനിന്ന് മൊത്തം പൈസ കൊടുക്കുന്നത്. നമ്മൾ ഇന്ത്യയും ഒരുപാട് ഡിസാസ്റ്റർ റൈറ്റ്സ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അയക്കുന്നുണ്ട്. ഇതിനുവേണ്ടി നമ്മൾ പാലസ്തീൻ്റെ കെയർ ഓഫിലല്ല, പാലസ്തീൻ നമ്മുടെ രാജ്യമാണ് അവിടുത്തെ. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ യുദ്ധത്തിൻ്റെ അവസാനം ഈ
ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്തു. 7-ാം തീയതി എന്ന് വെച്ചാൽ ഹമാസിൻ്റെ ഈ അവൻ്റെ എഹിയ സിൻവറോ അവൻ്റെ ഫോട്ടോയൊക്കെ ഇപ്പോൾ ഇവർ മേടിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ട് ഈ നദിന്യാവിൻ്റെ യൂതന്മാരെല്ലാം കൂടെ. കാരണം ഇവനെപ്പോലുള്ള ഒരാൾ ഉണ്ടായതുകൊണ്ടല്ലേ ഈ 7-ാം തീയതി അവന്മാർക്ക് ഇങ്ങനെ 1600 പേരെ കൊല്ലാൻ തോന്നിയതും. ഇപ്പോൾ ജൂതൻ്റെ രാജ്യം എത്രയും വലുതായെന്നറിയോ? അതായത് ഹമാസിൻ്റെ അവിടെയുള്ള ഗാസ മൊത്തം അവരുടെ കയ്യിലായി, ലെബനൻ പകുതി കൂടുതലായി. ഇനി അവിടുന്ന് ഇറങ്ങത്തില്ല. അവിടെ ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കാൻ തന്നെ അവർ തീരുമാനിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. ആ രാജ്യവും അവരിനി അവിടുന്ന് ഇറങ്ങത്തൊന്നുമില്ല. അപ്പോൾ അവിടുത്തെ ഈ യഥാർത്ഥത്തിലുള്ള ഈ ലെവലിലുള്ള ആൾക്കാരുണ്ടല്ലോ, അവർ മിണ്ടായിരിക്കും. അവർ ഈ ഇറാനിലെ അവസ്ഥ ഇത് തന്നെ. ഇറാഖിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങൾ വിചാരിക്കുന്നത് അടിക്കണം, നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിൽ വരണം, അവിടെ ജനാധിപത്യ സംവിധാനം വരും. ഈ ലെവലിലും തന്നെയാണ് ഇവർ ഈ മറ്റവന്മാരുടെ ശല്യം കൊണ്ട് സാധാരണക്കാർക്ക് ജീവിക്കാൻ വയ്യ. വീടുകൾ കയ്യേറിയിരിക്കുകയാണ്, അറിയാമോ? വീടുകൾ കയ്യേറി കുഞ്ഞുങ്ങളെയും പെണ്ണുങ്ങളെയൊക്കെ അവർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കുകയാണ്. ഇതൊന്നും വെളിയിൽ പറഞ്ഞാൽ പറയാനൊക്കത്തില്ല. വെളിയിൽ പറഞ്ഞാൽ അവരെ കൊന്നുകളയും. ഇവരുടെ ഈ തുരങ്കങ്ങൾ അല്ലെങ്കിൽ ഈ റോക്കറ്റ് വിക്ഷേപിക്കേണ്ട ഇതൊക്കെ ഉണ്ടല്ലേ, ലോഞ്ചറുകൾ, ഇതൊക്കെ അത് ഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഇടയ്ക്കാണ് ഇവർ ചെയ്തേക്കുന്നത്. കാരണം തിരിച്ചടി വരുവാണെങ്കിൽ മരിക്കണമെങ്കിൽ ക്രിസ്ത്യാനി തന്നെ മരിക്കണം. അതിന് ഒരു ആലോചിച്ചോണം മാനസികാവസ്ഥ. അവരുടെ ഇടയിൽ അത് മൊത്തം അവരുടെ കയ്യേറി വെച്ചിരിക്കുന്ന അവരുടെ താവളങ്ങളും കാര്യങ്ങളും അല്ല. ഇവർ എല്ലാ രീതിയിലും അവരുടെ എല്ലാം ഉപയോഗിക്കുകയും ചെയ്യും. എന്നിട്ട് ഇതൊക്കെ അവരുടെ പ്രദേശത്താണ് ആദ്യത്തെ ഫിറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്നിട്ട് അവിടെ അവരുടെ വീടുകളെല്ലാം ഇതിനു വേണ്ടി ആയുധ ശേഖരത്തിന് വേണ്ടി ഉപയോഗിക്കുക, അല്ലെങ്കിൽ ലോഞ്ചറുകൾ ഫിറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുക, അവരുടെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക. മിണ്ടിക്കഴിഞ്ഞാൽ അവർ കൊന്നുകളയും. അത്ര അവിടുത്തെ സൈനിക ശക്തിയും അല്ലെങ്കിൽ ആ രാജ്യത്തിനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല, അതെല്ലാം ഇല്ലായ്മ ചെയ്ത് കളഞ്ഞല്ലോ. ഇപ്പോൾ ഈ രീതിയിൽ അതുപോലെ ഹമാസ്. അതുകൊണ്ടാണ് ഇത് തന്നെ ഇപ്പോഴത്തെ യുദ്ധത്തിനകത്ത് ശരിക്കുമുള്ള ലെബനൻകാരോട് ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള രാജ്യമായിരുന്നു. ഇപ്പോഴും 30-30% ക്രിസ്ത്യാനുണ്ടെന്ന് പറയും. പോയവർക്ക് തിരിച്ചു വരണമെന്നും പറഞ്ഞുകൊണ്ട് താല്പര്യമുണ്ട്. അതിപ്പം അവർക്ക് ഇസ്രായേലിന് കത്തയച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയും. ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ ആ രാജ്യത്തോട് താല്പര്യമുള്ള സാധാരണക്കാർ വിചാരിക്കുന്നത് ഇവർ കയറി അടിക്കട്ടെ, ഇവന്മാരെ തീർക്കട്ടെ, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കണം. ഇത് തന്നെ ഇറാനിലെ അവസ്ഥ. ഇറാനിലിപ്പം മിണ്ടാതിരിക്കുന്നു, അകത്തിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഖമേനി എന്ന് പറയുന്ന ആൾ ഉണ്ടോ എന്ന് തന്നെ അറിയത്തില്ല. നമ്മൾ ടോക്ക് ചേർന്ന് അയാളില്ല. അവിടെ ഖമേനിയുടെ കെയർ ഓഫിലുള്ള സംവിധാനത്തിൻ്റെ കയ്യിൽ നിന്ന് പോയി. അതായത് ഇപ്പോൾ ഇന്നലെയും നെതന്യാഹു ഈ പറഞ്ഞതുപോലെ നാട്ടുകാരടുത്ത് ഇത് സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് പഴയതുപോലെ പോകാം, ഈ അടിമത്തത്തിൽ നിന്ന് നമുക്ക് തിരിച്ച് ഈ രാജ്യത്തെ കൊണ്ടുവരാം, പഴയ സുഹൃത്തുക്കളാണ്. ഇന്നലെ വീണ്ടും ഈ ടോക്ക് അവിടെ ഏൽക്കുന്നുണ്ട്. അതായത് ജനങ്ങളെ അടിച്ചമർത്തി വെച്ചിരിക്കുന്ന ജനങ്ങൾ. കാരണം കഴിഞ്ഞ ദിവസം അടിവസ്ത്രം ഊരി ഖമേനിയുടെ മുഖത്തിടാൻ ഖമേനിയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് വാർത്ത വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ രീതിയിൽ ആൾക്കാർ നിൽക്കുക. നേരത്തെ അവിടെ അടിച്ചമർത്തിയിരുന്ന ഒരു സമരം അത് ശരിക്കും പറഞ്ഞാൽ അടിച്ചമർത്തിയിട്ടില്ല. അതിപ്പോഴും ജനങ്ങൾ ഏത് സമയം ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. ആയുധം വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു പേപ്പർ വെയിറ്റ് പറക്കുന്ന പേപ്പറിൻ്റെ മണ്ടയ്ക്ക് വെച്ചിരിക്കുന്ന മാനസികാവസ്ഥയുള്ള പേപ്പർ വെയിറ്റ് എപ്പം അല്ലെങ്കിൽ എടുത്തു മാറ്റുന്ന ശക്തിയിലേക്ക് ആ കാറ്റ് വരുമോ എന്ന് പറയാനൊക്കത്തില്ല. അപ്പം അതിനുവേണ്ടിയുള്ള ആക്കം ഈ നെതന്യാഹുവും അല്ലെങ്കിൽ ഇസ്രായേലും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആഗ്രഹം ഇതാണ്, എങ്ങനെയെങ്കിലും ഈ നശിച്ച മതസംവിധാനം അതല്ലെങ്കിൽ അവിടുത്തെ ഈ ഭരണ സംവിധാനം മാറിയിട്ട് പഴയ സ്വാതന്ത്ര്യത്തിലേക്കും വിദ്യാഭ്യാസവും പുരോഗമനവും ഒക്കെ വരുന്ന ഇതുണ്ടാകും. അതിനുവേണ്ടിയുള്ള അപ്പോൾ ഇവിടെയൊക്കെ ഇത് സംഭവിക്കാൻ പോവുകയാണ്. നമുക്കിപ്പോൾ അതുപോലെ ഐക്യരാഷ്ട്രസഭ ഈ ബൈഡൻ്റെ യൂറോപ്പിൽ നിന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതും ഇസ്ലാമിസ്റ്റുകളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. കാരണം കഴിഞ്ഞ യുദ്ധത്തിൻ്റെ കാലത്ത് നമ്മൾ ഈ പറയുമ്പോൾ എത്ര പേരെയാണ് അതിനകത്തുനിന്ന് ഈ ഹമാസിൻ്റെ ആൾക്കാരെ പിടികൂടിയെന്ന്, ഹിസ്ബുള്ളയുടെ ആൾക്കാരെ ചാരന്മാരെ പിടികൂടി. കാരണം ഭയങ്കര ശമ്പളമാണ് ഐക്യരാഷ്ട്രസഭയിൽ പ്രവർത്തിക്കുന്നത്. അതിനകത്ത് കയറിക്കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പം നമ്മൾ പറയുന്നത് ഈ പാലസ്തീൻ ഈ പറയുന്ന ആനുകൂല്യങ്ങൾ ഏത് രാജ്യം കൊടുക്കുന്നോ, അല്ലെങ്കിൽ ഈ നേരത്തെ സക്കാത്ത് കൊടുക്കുന്നത് തീവ്ര സംഘടനകളുടെ കയ്യിലാവുന്നെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു കാര്യം പറഞ്ഞായിരുന്നല്ലോ. സക്കാത്ത് കൊടുക്കാൻ ചില ഏജൻസികളെ ഏൽപ്പിക്കുക, ഏജൻസികളിൽ നിന്ന് ഇത് ചെന്നെത്തുന്ന തരത്തിൽ പറഞ്ഞാൽ തീവ്ര സംഘടനകളില്ല. നമ്മൾ വിചാരിക്കുന്നത് ഇവിടുത്തെ 10,000 രൂപ സക്കാത്തല്ല, 10-500 കോടി 1000 കോടി അല്ലെങ്കിൽ 2000 കോടിയൊക്കെ സക്കാത്ത് കൊടുക്കാൻ കഴിവുള്ള ഈ മുസ്ലിം സഹോദരങ്ങളുണ്ട് ഈ അറബി രാജ്യങ്ങളിൽ. അവർ യഥാർത്ഥത്തിൽ അവർക്ക് നേരിട്ട് കൊടുക്കാനൊക്കത്തില്ലല്ലോ. 1000 കോടി രൂപ ഇപ്പോൾ ആർക്കെങ്കിലും 1000 പേർക്ക് വീതിച്ചു കൊടുക്കാനില്ല. അതിന് ഒരു ഏജൻസി ഉണ്ട്. ഈ ഏജൻസി നമ്മൾ രജിസ്റ്റർ നിങ്ങൾ ചോദിച്ചല്ലേ ബംഗാളിലിരുന്ന കാശ് എവിടുന്നാണ്? ഈ കാശ് എന്ന് പറഞ്ഞാൽ ഇത് നിന്നിട്ട് അവരെ ഇന്നപോലെ ഏജൻസി മുഖേന പോകും. ഏജൻസിക്ക് നല്ലൊരു ശതമാനം കാശ് കൊടുക്കും, ബാക്കി അവർക്ക് എല്ലാം ചക്കാത്തിന് കിട്ടുന്നതാണ്. എന്നിട്ട് മറ്റവരെ ധരിപ്പിക്കും. അപ്പം ഇതേ രീതിയിൽ പൈസ നമ്മുടെ ലോകക്രമത്തിലുള്ള ലോകരാജ്യങ്ങൾ പട്ടിണി കിടക്കുന്ന രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർക്കും കൊടുക്കുന്നതെന്ന് പോലും ഇവിടുത്തെ തീവ്രവാദ സംഘടനകൾ ഹമാസ് പോലെ ഹിസ്ബുള്ള പോലെയുള്ള ഒരു മനഃപൂർവ്വം അവർക്ക് കിട്ടാതെ ഇവർക്ക് പൈസയുടെ ആവശ്യമില്ലെങ്കിൽ പോലും ഇവർക്ക് ഈ പറയുന്നത് പോലെ ഇവരെ നിലനിർത്തുന്നതിന് വേണ്ടി വേറെ
രാജ്യങ്ങൾ ഇവർ ഉപയോഗിക്കുന്നതിന് വേണ്ടി കോടിക്കണക്കിന് കൊടുക്കുന്നു. എന്നാലും ഡയറക്റ്റ് അവരുടെ പൈസ പോയാൽ അവരടിമകളല്ലാതാവുമല്ലോ. അവർക്ക് ഭക്ഷണം കഴിച്ചാൽ അവർക്ക് ചിന്താശേഷി വരും. ഇവരിൽ കൂടി ആകുമ്പോൾ ഇവരുടെ അടിമകളായിട്ട് നിൽക്കുമല്ലോ. ആ രീതിയിലേക്ക് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മൾക്ക് പറയാനുള്ളത് ഹമാസിന് കൊടുക്കുന്ന പൈസ, പാലസ്തീൻ എന്ന പേരിൽ ഇന്ത്യയിൽ നിന്ന് പോലും ശരിക്കും പറഞ്ഞാൽ ഹമാസിന് കൊടുക്കുന്ന പൈസ ഇനി കൊടുക്കരുത്. കാരണം ഇത് ഉപയോഗിക്കുന്നത് അവരാണ്. വേണ്ട രീതിയിൽ നമുക്ക് അതിനകത്ത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മളവിടെ പോയിട്ട് 500 കോടി, ഇന്ത്യ പോലുള്ള വലിയ രാജ്യത്ത് 500 കോടി രൂപയുടെ 1000 കോടി രൂപയുടെ സാധനം കൊടുത്തിട്ട് നമുക്ക് അവിടെ ചെന്ന് നുള്ളി പറക്കിയിട്ട് കൊടുക്കാനൊന്നും നോക്കത്തില്ല. അത് ഏൽപ്പിച്ചേക്കുന്നുണ്ടെങ്കിൽ റെഡ് ക്രോസിനെയോ അല്ലെങ്കിൽ ഇതുപോലെ ഐക്യരാഷ്ട്ര സംഘടനയോ അവന്മാരും ഇത് തന്നെ പിന്നെ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ നമ്മുടെ അഭിപ്രായം ഇതാണ്, സഹായം കൃത്യമായിട്ട് നമ്മളെ വേണ്ടവർക്കെല്ലാം നമ്മുടെ രാജ്യം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ശ്രീലങ്കയ്ക്ക് കൊടുക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ബംഗ്ലാദേശിന് നാളെ കൊടുക്കേണ്ടി വരും, മാലിദ്വീപിന് കൊടുക്കുന്നുണ്ട്, ആർക്കും സഹായം കൊടുക്കും. പക്ഷേ അർഹതപ്പെട്ട കൈകളിലാണോ എന്ന് പരിശോധിക്കണം. പാലസ്തീന് കൊടുക്കുന്നത് ഹമാസിനാവില്ല. അതായത് ഹമാസിനെ സഹായിക്കാൻ നമ്മളുടെ പൈസ നരേന്ദ്രമോദി കൊടുക്കരുതെന്നാണ് നമുക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.